ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ 26 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവവികാസങ്ങളാണ് ഇപ്പോൾ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് 2 ദിവസങ്ങളോളമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു, ഇറാനുമായി വളരെ നന്നായി ഞങ്ങൾ സംസാരിച്ചു വരുന്നു എന്നൊക്കെ. ഇറാനുമായി ഞങ്ങൾ ചർച്ച ചെയ്തു വരുന്നു എന്ന് പറയുമ്പോഴും ഇറാൻ തവണകളായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തമ്മിൽ തന്നെയായിരിക്കും, ഞങ്ങളുമായി യാതൊരു രീതിയിലുള്ള ചർച്ചയോ ഞങ്ങളുമായി അത്തരത്തിലുള്ള യാതൊരുവിധ സംവാദത്തിലോ ഏർപ്പെട്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്, അൽ ജസീറ കൺഫേം ചെയ്യുകയാണ്, പാകിസ്ഥാൻ വഴി 15 യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള 15 പോയിന്റ് അടങ്ങുന്ന ഒരു പ്ലാൻ ഇറാനിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് വാർത്ത വന്നതിന് ശേഷം അത് ഇറാൻ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഇറാന്റെ ഒരു നയതന്ത്ര വൃത്തം അൽ ജസീറയുമായി പങ്കുവെച്ചു എന്നുള്ള വാർത്ത ഇക്കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇറാൻ ഇത്തരത്തിലൊരു പ്ലാൻ തങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്തു. പക്ഷേ ഇറാൻ പറയുന്നത്, ആ നയതന്ത്ര വൃത്തം തന്നെ അൽ ജസീറയോട് പങ്കുവെച്ചത്, ഇത് തികച്ചും യുക്തിരഹിതമായ ഒരു പ്ലാനാണെന്നും ഒരു രീതിയിലും ഇത് ഇറാന് അംഗീകരിക്കാൻ പറ്റുകയുമില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത് കടലാസിൽ പോലും മനോഹരമല്ല എന്ന് ആ ഒരു നയതന്ത്ര വ്യക്തി അൽ ജസീറയോട് പങ്കുവെച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ഒരു അമേരിക്കയുടെ 15 പോയിന്റ് ഇറാൻ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കർക്കശമായ, കൂടുതൽ തീവ്രമായ നിലപാടുകളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇറാൻ കൂടുതൽ തീവ്രമായിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ വാർത്തകളിൽ നിന്നൊക്കെ. അപ്പോൾ 26ാമത്തെ ദിവസം കഴിയുമ്പോൾ ഈ യാതൊരുവിധ ചർച്ചക്കുള്ള സാധ്യതയും കാണുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അമേരിക്ക ഇറാനിലേക്ക് കൈമാറിയ 15 പോയിന്റ് ഇറാൻ അംഗീകരിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഒരു ലോങ് വാറിന്, ഒരു ദീർഘയുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇറാന്റെ മിലിറ്ററി സ്പോക്സ് പേഴ്സൺ തവണകളായി പറയുകയും ചെയ്യുന്നു. ഇതിനൊക്കെ ഇടക്ക് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും വളരെ വലിയ യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലബനാനിന്റെ പല പ്രദേശങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം അയച്ചുവിടുന്നുണ്ട്. ഹിസ്ബുള്ള 2024 ഇസ്രയേൽ തകർത്തെറിഞ്ഞ് ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറയുന്ന ഹിസ്ബുള്ള ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നു. ഇസ്രയേലിലേക്ക് 100ഉം 150ഉം 200ഉം മിസൈലുകൾ ഓരോ തവണയും റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന കാഴ്ചയാണ് ലോകമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രയേലിന് വലിയ തലവേദന ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയും ഇറാനും ഒരുപോലെ ചേർന്നുകൊണ്ട് അവർ സംയുക്തമായി തമ്മിൽ സംസാരിച്ചു കൊണ്ടുള്ള ആക്രമണ പരമ്പരക്കാണ് ഇസ്രയേലിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇസ്രയേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലപ്പോഴും നോക്കുകുത്തിയായി നിൽക്കേണ്ട ഒരവസ്ഥയും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിനൊക്കെ ഇടക്ക് 2019 ശേഷം ആദ്യമായി ഇന്ത്യ ഇറാനിൽ നിന്ന് ഗ്യാസ് വാങ്ങിയെന്ന വാർത്തയും വരുന്നുണ്ട്. അമേരിക്കൻ ട്രഷറി ഇറാനിലെ എണ്ണക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നീക്കം ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ 19 ശേഷം ആദ്യമായി ഇറാനിൽ നിന്ന് ഒരു ഗ്യാസ് ടാങ്കർ ഇന്ത്യയിലെ മംഗലാപുരത്ത് എത്താൻ പോകുന്നു എന്നും ഇത് ഇന്ത്യയിലെ വിവിധ പെട്രോളിയം കമ്പനികൾക്ക് വിഹിതിച്ചു നൽകും എന്നുള്ളതും അന്താരാഷ്ട്ര മീഡിയകളിലൊക്കെയും ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനിൽ 39ഓളം ആളുകളെ ഇറാൻ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് പലരിൽ നിന്നും സ്റ്റാർലിങ്ങിന്റെ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടും ഉണ്ട് എന്ന് ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അവർ ഒരുപക്ഷെ ഇസ്രയേലിനും അമേരിക്കക്കും വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ചാരന്മാരാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. ഈ യുദ്ധം ഇസ്രയേലിന് വളരെ വലിയ തലവേദനയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായി
ഇസ്രയേലിലെ വിവിധ പ്രദേശങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ വളരെ ശക്തമായി നേരിട്ട് ഹിറ്റ് ചെയ്യുമ്പോഴാണ് അന്താരാഷ്ട്ര അനലിസ്റ്റുകൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് എന്തു പറ്റി എന്ന ചോദ്യം ഉയർത്തുന്നത്. നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രയേലിനുള്ളത്. പലപ്പോഴും അയൺ ഡോമും അതുപോലെ അമേരിക്കയുടേത് തന്നെ വളരെ വലിയ വ്യോമ പ്രതിരോധ സംവിധാനവും പാട്രിയോട്ട് മിസൈൽ സംവിധാനങ്ങളും ഒക്കെ ഇസ്രയേലിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായി നമുക്കറിയാം, തെല്ലവീവിൻ്റെ ഏറ്റവും ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഏരിയയിലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ട്രീറ്റിലുമാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു മിസൈൽ നേരിട്ട് ഹിറ്റ് ചെയ്ത് വളരെ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ബൈത്ത് ഷമേഷിലും മറ്റുമൊക്കെ ഇറാന്റെ മിസൈൽ നേരിട്ട് ഹിറ്റ് ചെയ്ത് ബങ്കറിലേക്ക് പോലും തുളച്ചു കയറി 9-ൽ പരം ആളുകളെ കൊന്നുകളഞ്ഞ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇസ്രയേലിൻ്റെ ന്യൂക്ലിയർ പ്ലാന്റിന് അടുത്ത് അറാദിലും ഡിമോണയിലും വളരെ വലിയ ആക്രമണം ഇറാൻ കാഴ്ചവെച്ചത്. ഈ ആക്രമണങ്ങളൊക്കെയും ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഡാൻസിങ് മിസൈലുകൾ എന്നറിയപ്പെടുന്ന സിജിൽ മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാനാകാത്ത മിസൈലുകൾ ഇറാൻ അത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നത് ഇസ്രയേലിന് വളരെ വലിയ തലവേദനയാകുന്നുണ്ട്. എന്തിലധികം ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പോലും പലപ്പോഴും ഇസ്രയേലിന് തടയാൻ കഴിയാത്തത് വളരെ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നു. പലയിടങ്ങളിലും തീപിടുത്തവും ആളപായവും പല വീടുകളും തകരുവാനും ഇക്കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അറിയിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്യുന്നുവെന്നും ഇസ്രയേലി മിലിറ്ററി സംവിധാനങ്ങളെ പലപ്പോഴും ഹിസ്ബുള്ള തകർത്തതായും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇന്നലെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്, ഞങ്ങളും ഇതുപോലെ ഒരു ലോങ് വാറിന് തയ്യാറായി നിൽക്കുകയാണ്, ഒരു രീതിയിലും ഇസ്രയേലുമായി ഒരു സംസാരവും ചർച്ചയുമില്ല, ഇനിയൊരു സീസ് ഫെയറിന് ഞങ്ങൾ തയ്യാറല്ല, ഇസ്രയേലുമായി തീർച്ചയായും വളരെ വലിയ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്ന ഒരു പ്രഖ്യാപനം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. കാരണം ലബനാന്റെയും ഇസ്രയേലിൻ്റെയും നടുവിൽ നടക്കുന്ന യുദ്ധം ഏത് രീതിയിലും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പല യൂറോപ്യൻ നേതാക്കളും പറഞ്ഞതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിവരണം വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ യുദ്ധം 26 ദിവസം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഇറാനിലും ഇസ്രയേലിലും അതുപോലെ തന്നെ മേഖലയിലുടനീളവും നടത്തിക്കൊണ്ട് യുദ്ധം മുന്നോട്ട് പോകുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ എനർജി ഷോർട്ടേജ് നേരിട്ടും കൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കയുടെ 15 പോയിന്റ് അടങ്ങുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്ലാന് ഇറാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇറാൻ യുദ്ധത്തിന് മുമ്പുള്ളതിനേക്കാൾ കടുത്ത തീവ്രമായ നിലപാടെടുക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.